ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേഷൻ ഓഫ് ത്രെഡ്സ്. ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അളവുകൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്നും ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തു. കഴുത്തിൻ്റെ അകലം വരുന്നത് 3.25 ഇഞ്ചാണ്. ഈ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഞാൻ താഴേക്ക് ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാണ്. ഷോൾഡർ സ്ലോപ്പാണത്. എന്നിട്ട് നെക്ക് വിട്ടും കഴുത്തിൻ്റെ അകലവും ഈ ഷോൾഡർ സ്ലോപ്പും തമ്മിൽ ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ വരച്ച ഷോൾഡറിൻ്റെ ലൈൻ വരച്ച അവിടെ നിന്നും താഴേക്ക് നമ്മൾ കറക്റ്റ് ഫുൾ ലെങ്ത് എത്രയാണോ അത് പ്ലസ് ഒരു 1.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് 44 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ നിന്നാണ് ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് കറക്റ്റ് 6.5 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്തു. അതൊന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കാം. അപ്പോൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ ഷോൾഡർ സ്ലോപ്പ് വരച്ച വരയുടെ ഇവിടെ നിന്നാണ്, അല്ലാണ്ട് മോളിൽ നിന്നല്ല. ഈ ഷോൾഡർ സ്ലോപ്പ് വരച്ച വരയുടെ അവിടെ നിന്ന് താഴേക്കാണ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കാം. ഇനി നമുക്ക് ലെങ്ത്തുകളെല്ലാം മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഇതിനെയാണ് നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുക. ഇനി വേണ്ടത് വേസ്റ്റ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഈ ടോപ്പിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും താഴേക്ക് 15 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ലൈൻ വരച്ച ഈ വരയുടെ അവിടെ നിന്ന് വേണം താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ആ 15 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഹിപ്പിൻ്റെ ലെങ്ത്താണ്. ഹിപ്പ് ലെങ്ത്ത് വന്നിട്ട് 23 ഇഞ്ചാണ്. അത് നമ്മൾ സ്ലിറ്റൊക്കെ ചുരിദാർ ടോപ്പിൻ്റെ സ്ലിറ്റ് ഇടുന്ന ഭാഗമാണ് കറക്റ്റ് ഹിപ്പ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഹിപ്പ് ലെങ്ത്ത് 23 ഇഞ്ച് ഞാനത് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു, ദെൻ ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തു, വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തു, പിന്നെ ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് ഹിപ്പ് ലെങ്ത്ത് വരുന്നത്. ഇത് ചെസ്റ്റിൻ്റെ ലെങ്ത്ത്. ഇതൊക്കെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടാം. ഇപ്പോൾ ലെങ്ത്തുകളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വിഡ്ത്തുകൾ മാർക്ക് ചെയ്യാം, അതായത് വണ്ണം മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റ് വിഡ്ത്ത് അല്ലെങ്കിൽ നെഞ്ചുവണ്ണം എന്നൊക്കെ പറയും. അത് വന്നിട്ട് 10.25 ഇഞ്ചാണ്. അത് നമ്മൾ കറക്റ്റ് ഇവിടെ 10.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. പ്ലസ് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇടുക. ഇതാണ് 10.25. ഇത് 1.5 ഇഞ്ച് സീം അലവൻസ്. ഇതൊന്ന് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി അടുത്തത് വേസ്റ്റ് വിഡ്ത്ത്. വേസ്റ്റ് വിഡ്ത്ത് 10.5 ഇഞ്ചാണ്. അത് ഞാൻ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 10.5 ഇഞ്ച് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തു. പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഹിപ്പാണ്. ഹിപ്പ് വിഡ്ത്ത് 11.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ച് ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തു. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടാൽ മതി. കാരണം ഇവിടെ നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ 1.5 ഇഞ്ച് സീം അലവൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടതാണ്. ഇനി നമുക്ക് വേണ്ടത് ബോട്ടം വിഡ്ത്താണ്, ഏറ്റവും അടിഭാഗത്തെ വണ്ണം. അപ്പോൾ ഇവിടെയാണ് അടിഭാഗത്തെ വണ്ണം, അതായത് ബോട്ടം വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും കറക്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ബോട്ടം വിഡ്ത്താണ് 14. അത് ഞാൻ കറക്റ്റ് 14 മാർക്ക് ചെയ്യുക. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇടുക.
അപ്പോൾ ഇതാണ് 14 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. അത് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈനുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു ഷേപ്പ് കർവ് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്തു. ഇത് രണ്ട്, അതായത് ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വിഡ്ത്തിൻ്റെ അങ്ങോട്ടും വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ അങ്ങോട്ടും ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ സീം അലവൻസിൻ്റെ ഭാഗം കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മൾ അടിഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത സ്ഥലം വരെ ഞാനിപ്പോൾ ഈ ടേപ്പ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ സീം അലവൻസും കൂടിയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് വരച്ചതിൻ്റെ അവിടെ നിന്ന് 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേർപകുതി കറക്റ്റ് 3.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. 3.25 ഇഞ്ച് ഇതാണ് സെൻറ്റർ. ഇവിടെ നിന്ന് ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ കറക്റ്റ് വിഡ്ത്ത് എത്രയാണോ, ബ്രസ്റ്റ് വിഡ്ത്ത് കറക്റ്റ് എത്രയാണോ അവിടേക്ക് ആ പോയിന്റിലേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ ഞാൻ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ ടോപ്പിൻ്റെ ബാക്കിലത്തെ മെഷർമെൻ്റ് ആണ്, ബാക്ക് ആം ഹോളാണ് ഇത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് ഞാൻ കയറ്റി മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് ആദ്യം ഈ 1/2 ഇഞ്ചിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം താഴേക്ക് മാർക്ക് ചെയ്യാം. ഇത്രയാണ് ടോപ്പിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ കട്ട് ചെയ്യാം. ഇതിപ്പോൾ തുണി 4ആയിട്ട് മടക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടും. ഇത് 2 ഫോൾഡ് ഉണ്ട്, ഇതും 2 ഫോൾഡ് ഉണ്ട്. അങ്ങനെ 4 ഫോൾഡിലാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ അളവുകൾ എടുത്തിട്ട് കട്ട് ചെയ്യേണ്ട വിധം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു വെട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ സെൻറ്റർ കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിൽ കഴുത്ത് അളന്നിട്ട് മാർക്ക് ചെയ്തിട്ടില്ല, കഴുത്ത് വെട്ടിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ കഴുത്ത് ആദ്യം തന്നെ ഞാൻ വെട്ടാറില്ല. ഞാൻ ക്യാൻവാസിൽ കഴുത്ത് പതിപ്പിച്ചിട്ട് അത് വെച്ച് അടിച്ചതിന് ശേഷമാണ് ഞാൻ കഴുത്ത് വെട്ടി മാറ്റാറുള്ളത്. അത് ഞാൻ തയ്ക്കുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.